ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലായിക്കടുത്ത് ഭരണങ്ങാനത്താണ്. ഭരണങ്ങാനത്ത് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ പെരുന്നാളൊക്കെ വരുന്നുണ്ട്. ഈ ജൂലൈ 28-നാണ് അൽഫോൺസാമ്മയുടെ പെരുന്നാളൊക്കെ. നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഇവിടുത്തെ പെരുന്നാളിന് വേണ്ട ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇന്നേതായാലും ആ ഒരു സൗകര്യത്തിൽ നമ്മൾ ഇതിൽ വന്നു. അപ്പം നമുക്ക് ഈ പള്ളിയിലൊക്കെ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പള്ളിയിൽ കയറി വീഡിയോ എടുക്കാൻ അവർ വല്ല പറയുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. ഭരണങ്ങാനം ടൗണാണേ. ഭരണങ്ങാനത്തെ എടവപ്പള്ളി ഇതാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തെ അൽഫോൺസാമ്മയുടെ കവറേഡോ ഒക്കെ ഉണ്ട്, അങ്ങനെ അപ്പുറത്താണ് കേട്ടോ. പെരുന്നാൾ പ്രമാണിച്ച് പലഹാര കച്ചവടക്കാരും ചിന്തിക്കടയെല്ലാം വന്നിട്ടുണ്ടേ. ഉഴുന്നാടൊക്കെ ഇരിക്കുന്നു. ഉഴുന്നാട, ഈന്തപ്പഴം, ഇതൊക്കെ എന്നാ വിലയുണ്ട്? 50 രൂപ. പല പാക്കറ്റും പല ഇതാ. മലരൊക്കെ ഉണ്ട്, പൊരിയുണ്ട്. പിന്നെ ഉഴുന്നാട തന്നെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. മലബാർ ഉഴുന്നാടയുണ്ട്, സാധാരണ ഉഴുന്നാടയാണ് ഇത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കടകളൊക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ. ചിന്തിക്കടയൊക്കെ കണ്ടോ. നമുക്കിവിടെ ചിന്തിക്കടയിൽ കൂടെ ഒക്കെ ഒന്ന് കയറി നോക്കാം. പിള്ളേരുടെ കളിപ്പാട്ടം, ലേഡീസിൻ്റെ മേക്കപ്പ് സംവിധാനങ്ങൾ ഒക്കെ ഒരുപാടുണ്ടേ. ഇവിടെയും പലഹാര കച്ചവടമാണ്. ഒരു ചെണ്ടൊക്കെ കിടക്കുന്നുണ്ടോ. അല്ല, ചിലപ്പോൾ ഭായിമാരൊക്കെ ഇങ്ങനത്തെ ചെണ്ടകളൊക്കെ ആയിട്ട് വരുന്ന കാണാവേ. ഇവിടെ എന്താ കളിപ്പാട്ടം ഇഷ്ടം പോലെ. പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിലത്ത് നിൽക്കല്ലോ കേട്ടോ. അങ്ങനെ കുറേ ഇതുണ്ട്. ഒരു എയർ ഡോൾ, കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. സ്പൈഡർമാനൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈഡർമാനൊക്കെ തലയും കുത്തി കിടക്കുന്നു കേട്ടോ. വീണ്ടും പലഹാരക്കട. ഇത് അലുവാക്കിയിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ പാക്കറ്റ് എന്നാ വിലയാണ്? 50 രൂപ ആയിരിക്കും. പിന്നെ ഇവിടെ കുറേ മെറ്റൽ ഐറ്റംസ് ഒക്കെ കണ്ടോ. മോതിരമുണ്ട്, പേന ഉണ്ട്, കീ ചെയിനുണ്ട്, നല്ല ഡോളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ഇവിടെ തന്നെ ഒരു പിയാത്തോ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരു പിയാത്തോ. ഇത് പള്ളിയിലോട്ടുള്ള വഴിയാണേ. പള്ളിയുടെ മുറ്റം. ഇത് പഴയ പള്ളി, അപ്പുറത്തെ പുതിയ പള്ളി ഒക്കെ ഉണ്ട്. പള്ളിയൊക്കെ നമുക്കൊരു ദൂരത്ത് നിന്നേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് അടുത്തോട്ടൊന്നും പോയി എടുക്കാൻ പറ്റില്ല. സെൻറ്റ് മേരീസ് ഫെറോനപ്പള്ളി. ഫെറോനപ്പള്ളി ഉണ്ടോ? സെൻറ്റ് അൽഫോൺസ ചർച്ച് അവിടെയാണ് കേട്ടോ. അവിടെ കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ പോകത്തില്ല. അൽഫോൺസാമ്മയുടെ പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ. സെൻറ്റ് അൽഫോൺസ ചർച്ച്, പെൽഗിരി സെൻറ്റർ, ഭരണങ്ങാനം. ഇപ്പോൾ ഒക്കെ ആൾ കുറവാണേ. 26, 27, 28 ആകുമ്പോഴത്തേക്ക് നല്ല ആളായിരിക്കും. നല്ലൊരു പൂന്തോട്ടമൊക്കെയാണേ. ഇതിന് മുകളിലാണ് പള്ളിയുള്ളത്. അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വഴിയില്ല. രാത്രിയിലാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അവിടെ ലൈറ്റ് ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. മുകളിലൊന്ന് കയറിയിട്ട് വരാം അല്ലേ. നല്ലൊരു പൂന്തോട്ടമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു മാന് ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ നോക്കിയേ, പാർക്കിംഗ് ഗ്രൗണ്ടിൽ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. സിമിത്തേരി. നമുക്ക് ഈ വഴി പുറത്തേക്ക് പോകാം കേട്ടോ. ഈ ആഴ്ചകളിലാണ് ഇവിടുത്തെ പെരുന്നാൾ കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് 24-ാം തീയതിയാണേ. 24 ഇന്ന് ബുധനല്ലേ. വ്യാഴം 25, വെള്ളി 26, ശനി 27. ഇപ്പം ഞായറാഴ്ചയാണ്, ഈ വരുന്ന ഞായറാഴ്ചയാണ് മെയിനായിട്ടുള്ള പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ഇത് വരുന്നുണ്ടാവും.
അപ്പോൾ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരിക. അപ്പോൾ വെളിയിൽ നമുക്ക് ആ പള്ളി ഒന്നും കൂടെ ഇവിടുന്ന് കാണാവേ, അൽഫോൻസാമ്മയുടെ കബറിട പള്ളി. ഞായറാഴ്ചയാകുമ്പോൾ ഈ ഗ്രൗണ്ടും ഈ പ്രദേശം മൊത്തം നിറയുവേ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഒരുപാട് വരും. ഇത് എടവക്കാരുടെ പള്ളി, ഫെറോന ചർച്ച്, ഭരണങ്ങാനം. നമുക്കിതിലേ ഇറങ്ങി താഴോട്ട് പോകാം അല്ലേ. ഒരു വലിയ കൽക്കുരിശൊക്കെ ഉണ്ടോ. നമുക്ക് താഴെ വരെയും കൂടെ പോയിട്ട് വരാവേ. ഇത് നേരെ പാലാ പോകുന്ന വഴിയാണ്. ഇവിടെയും പലഹാരക്കടകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അൽഫോൻസാമ്മയുടെ കബറെടുത്തങ്ങളിലേക്കുള്ള വഴി ഇതിലെയാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ അപ്പുറത്തെ ഫെറോന പള്ളിയുടെ അതിലൂടെയാണ് കയറിപ്പോയത്. ഈ വഴി വേണം കബറിടം പള്ളിയിലേക്ക് പോകാനായിട്ടേ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വന്നാലേ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് ഒരു ദിവസം മുന്നേ വന്നാൽ താമസിക്കാനുള്ള റൂംസൊക്കെ ഉണ്ട് കേട്ടോ. വാടകയ്ക്ക് കിട്ടും. ഈ വഴി നേരെ ഇതാ നമ്മൾ അപ്പുറത്തോടെ കയറി വന്ന ആ പള്ളിയുടെ മുറ്റത്തോട്ട്. ഇവിടെയും പാർക്കിംഗ് ഏരിയ ആണേ. ഇവിടെ അൽഫോൻസാമ്മയുടെ ഒരു ജീവിത സ്റ്റോറി പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജനനം മുതലുള്ളൊരു കുറേ കാര്യങ്ങളൊക്കെ കാണാമല്ലോ അല്ലേ. അത് മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഇംഗ്ലീഷിലാണ്, ഈ ഭാഗത്ത് മലയാളത്തിലാണ്. ജനനം 1910 ഓഗസ്റ്റ് 19 മുതൽ. കുടുംബം കുടമാളൂർ മുട്ടത്തുപാടത്ത്. മാമോദിസ ഓഗസ്റ്റ് 2010 ഓഗസ്റ്റ് 27. കുടമാളൂർ പള്ളി. കുടമാളൂരാണ് തറവാട് വീടൊക്കെ. ഇനി നമുക്ക് താഴെ റോട്ടിലേക്ക് പോകാവേ. അപ്പോൾ നമ്മൾ ഈ പള്ളിക്കലൊക്കെ പോയി തിരിച്ച് മെല്ലെ ഇനിയിപ്പോൾ റോട്ടിലേക്ക് പോയിട്ട് നമുക്ക് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകാം. പെരുന്നാൾ കൂടാനൊക്കെ വരുന്നവർ വരിക. അപ്പോൾ ഞായറാഴ്ച അന്നേരം നമുക്ക് വരവ് നടക്കില്ല. ഞാൻ ആ ഒരു തിരക്കുള്ളൊരു ദിവസം ഒന്ന് വരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ പൊൻകുന്നം വന്നായിരുന്നേ. പൊൻകുന്നത്ത് നിന്ന് ഞാൻ ഇപ്പുറത്തെ വഴി കൂടെ വന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒന്ന് പറയാൻ ഞാൻ വിട്ടുപോയി, അൽഫോൻസാമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ.